ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഏതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ, ബോണ്ട്, അത്തരത്തിലുള്ളവയാണ് നമ്മൾ പറയുന്ന പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് ആർ ഇൻക്ലൂഡഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കറിയാം പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓണർഷിപ്പ് ക്യാപിറ്റൽ ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓണർഷിപ്പ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇനി ഡെപ്റ്റ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിറ്റി ഷെയർ? കേട്ടിട്ടുണ്ടായിരിക്കും. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്? അതിനേക്കാൾ മുന്നേ എന്താണ് ഷെയർ എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ്സിൽ ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നതിന് ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും? ആ ബിസിനസ്സിൽ ഒരു ഷെയർ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളവർ ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് ആയിരിക്കാം. ഇക്വിറ്റി ഷെയർ പ്രകാരം അവർ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിരിക്കാം. ഓക്കെ. ഇനി ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ദിസ് ആർ ഓർഡിനറി ഷെയർ ആണ്. ഇതൊരു ഓർഡിനറി ഷെയർ ആണ്. പിന്നെ ഇതിൽ എന്തുണ്ടായിരിക്കും? ദിസ് ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി ഇക്വിറ്റി ഷെയറിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റിൽ അവൈലബിൾ ആവും ഇല്ല. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്തായിരിക്കില്ല? ഫിക്സഡ് ആയിരിക്കില്ല. അത് വാരി ചെയ്തുകൊണ്ടേ ഇരിക്കാം. കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് എന്തായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് വാരി ചെയ്യും. ഒരിക്കലും അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് അവൈലബിൾ ആയിരിക്കില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും? അൾട്ടിമേറ്റ് ഓണർ ഓഫ് ദി കമ്പനിയാണ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും? അൾട്ടിമേറ്റ് ഓണർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓണേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്? ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഉണ്ടായിരിക്കില്ല. വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് അവൈലബിൾ ആയിരിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നതിൽ എന്തായിരിക്കും? പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. അതായത് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിക്സഡ് ഡിവിഡൻഡ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർ എൻ്റർ ചെയ്യുന്ന പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ബിസിനസ്സിൽ അല്ലെങ്കിൽ കമ്പനിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും. അത് വാരി ചെയ്യില്ല. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയാലും കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞാലും അവർക്ക് എന്തുണ്ടായിരിക്കും? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. ആർക്ക്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്, ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുന്നതിന് മുന്നേ ആരേനെ കൺസിഡർ ചെയ്യും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ വ്യത്യാസം നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. എന്തൊക്കെയാണ് അവിടെ പറയുന്ന വ്യത്യാസങ്ങൾ? ഫസ്റ്റ് വൺ, വോട്ടിംഗ് റൈറ്റ്സ്. ബേസിസ് ആണ് പറയുന്നത്. വോട്ടിംഗ് റൈറ്റ്സിലുള്ള ഡിഫറൻസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡിലുള്ള ഡിഫറൻസ്, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, റേറ്റ് ഓഫ് ഡിവിഡൻഡ്, കൺവേർട്ടബിലിറ്റി ആൻഡ് റിഡംഷൻ. ഇനി വോട്ടിംഗ് റൈറ്റ് എങ്ങനെയായിരിക്കും? പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് എങ്ങനെയായിരിക്കും? ദ ഹോൾഡർ ഓഫ് ദ ഷെയർസ് ഡു നോട്ട് എൻജോയ് എനി വോട്ടിംഗ് റൈറ്റ് എക്സ്പെക്റ്റ് അറ്റ് ദെയർ ക്ലാസ് മീറ്റിംഗ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയായിരിക്കും? ജനറലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയിങ് വോട്ടിംഗ് റൈറ്റ്. ഓക്കെ. ഇനി payment of dividend. The holder of the shares have the preference right as to the payment of dividend. Equity shareholders get the dividend after the payment of preference shareholders.
ഇനി റീപേയ്മെൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ദ ഹോൾഡർ ഓഫ് ദി ഷെയർസ് ഹാവ് ദി പ്രിഫറൻസ് റൈറ്റ് ടു ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർസിൽ എങ്ങനെയായിരിക്കും? റീപേയ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് മെയ്ഡ് ആഫ്റ്റർ മേക്കിംഗ് റീപേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡർ. റേറ്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും? പ്രിഫറൻസ് ഷെയർസിൽ എന്തായിരിക്കും? ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഇനി ഇക്വിറ്റി ഷെയർസിൽ എങ്ങനെയായിരിക്കും? റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. കൺവേർട്ടബിലിറ്റി, പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. പ്രിഫറൻസ് ഷെയർസ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ആക്കാം. അതേസമയം ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോൺ കൺവേർട്ടബിൾ ആണ്. റിഡംഷൻ നോക്കുക. ദ പ്രിഫറൻസ് ആർ റെഡീമബിൾ. ദ ഇക്വിറ്റി ഷെയർസ് എന്താണ്? നോട്ട് റെഡീമബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിബഞ്ചറാണ്. എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് നമുക്ക് പണം നമുക്ക് കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം എ ഡിബഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, സ്റ്റോക്ക് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് എ കമ്പനി ഓർ നോട്ട്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും? ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി ഡിബഞ്ചർ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഇനി മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡിബഞ്ചർ ഈസ് എ ലോൺ ഓർ ബോറോവ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ദ രജിസ്റ്റേർഡ് ഹോൾഡർ ഓഫ് ദി ഡിബഞ്ചർ ഈസ് കോൾഡ് ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നു. ഓക്കെ. ഇനി ഡിബഞ്ചർ നമുക്ക് പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? അത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആർക്ക്, അതായത് ലോൺ എടുക്കുന്നത് ഏത് വ്യക്തിയിൽ നിന്നാണോ, പബ്ലിക്കിൽ നിന്നായിക്കൊള്ളട്ടെ പ്രൈവറ്റിൽ നിന്നായിക്കൊള്ളട്ടെ, അവർക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ കമ്പനി ലോസിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ എന്ത് അവർക്ക് കൊടുക്കണം? ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. റീപേയ്മെൻറ്റ് നമ്മളവിടെ നടത്തണം. ഇനി എന്താണ് റീറ്റെയിൻ ഏണിങ്സ്? നമ്മൾ എപ്പോഴും പറയുന്നൊരു ടേമാണ് റീറ്റെയിൻ ഏണിങ്സ്. എന്താണ്? ഒരു കമ്പനി ആ കമ്പനിയുടെ പ്രോഫിറ്റ് മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അല്ലെങ്കിൽ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ആ എമൗണ്ട്, കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നു? അതായത് മുഴുവൻ പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിവിഡൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ, ഷെയർ ഹോൾഡേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ? അതായത് കമ്പനിയുടെ ഫ്യൂച്ചറായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. അത്തരത്തിലുള്ളതിനെയാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഓണർഷിപ്പ് ക്യാപിറ്റൽ ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓണർഷിപ്പ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഡെപ്റ്റ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഡിബഞ്ചേഴ്സും ആൻഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി ഷെയർസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർസിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൽ റെപ്യൂട്ടഡ് ഓർ മെച്യൂർഡ് ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് വിച്ച് ഹാവ് ഗുഡ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ഏണിങ്സ് ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട്സ് ആർ നോൺ ആസ് ബ്ലൂ ചിപ്പ് കമ്പനീസ്. അതായത് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി, വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല ഒരു റെക്കോർഡ്, അതായത് ഗുഡ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള, വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലൂ ചിപ്പ് കമ്പനി. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡിവിഡൻഡ് പേ ഔട്ട് ആർ നോൺ ആസ് ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയുന്നു. ഇനി ബ്ലൂ ചിപ്പ് കമ്പനിയുടെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഹാവ് എ ഗുഡ് കോൺഫിഡൻസ് ഓൺ അബൌട്ട് ദിസ് കമ്പനീസ്. ഇൻവെസ്റ്റേഴ്സിന് എന്തുണ്ടായിരിക്കും? ആ കമ്പനിയെ പറ്റിയിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ ദിസ് ബ്ലൂ ചിപ്പ് കമ്പനീസ് ആർ നോൺ ആസ് എ ബ്ലൂ ചിപ്പ് ഷെയർസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെച്യൂർഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ലൊരു റെക്കോർഡ് ട്രാക്ക് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള കമ്പനീസാണ് ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയുന്നത്. ഇനി ബ്ലൂ ചിപ്പ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഷെയർസിനെ നമ്മൾ പറയുന്നതാണ് ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ദ പ്രൈസ് ഓഫ് ഷെയർസ് ഓഫ് ബ്ലൂ ചിപ്പ് കമ്പനീസ് നോർമലി ഹൈ. എന്തായിരിക്കും? ബ്ലൂ ചിപ്പ് കമ്പനീസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇറ്റ് ഈസ് നോർമലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ്
ക്ലാസിഫിക്കേഷനാണ് ഗ്രോത്ത് ഷെയർസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രോത്ത് ഷെയർ എന്ന് പറയുന്നത്? ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ ഗ്രോവിങ് കമ്പനീസ്. അതായത് എന്താണ് അവിടുത്തെ ഡെവലപ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വൈഡായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ള ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഈ പറയുന്ന ഗ്രോത്ത് കമ്പനി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനീസിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ഷെയർസിനെ നമ്മൾ പറയുന്നതാണ് ഗ്രോത്ത് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ദ ഷെയർസ് ഓഫ് ഗ്രോത്ത് കമ്പനീസ് ആർ മോർ ഓർ ലെസ് സെയിം ആസ് ബ്ലൂ ചിപ്പ് കമ്പനീസ്. എന്ത് ചെയ്യാം, ഗ്രോത്ത് ഓഫ് കമ്പനിയുടെ ഗ്രോത്ത് ഷെയർസ് ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം, സെയിമോ അല്ലെങ്കിൽ എന്തായിരിക്കാം മോർ ഓർ ലെസ് സെയിം ആസ് ബ്ലൂ ചിപ്പ് കമ്പനി. ബ്ലൂ ചിപ്പ് കമ്പനീസായിട്ട് എന്തുണ്ടായിരിക്കും, ഏകദേശം ഒരു സെയിം ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിളാണ് ഗ്രോത്ത് ഷെയർസ് കമ്പനിയുടെ ഒരു എക്സാമ്പിളാണെന്ന് പറയുന്നത് ഷെയർസ് ഓഫ് റിലയൻസ് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻകം ഷെയർസ്. ഇൻകം ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, certain companies are not going to reinvest their earnings for future expansion. എന്ത് ചെയ്യില്ല, ചില കമ്പനികൾ എന്ത് ചെയ്യില്ല, അതായത് കൂടുതലായിട്ട് അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ കമ്പനി എക്സ്പാൻഷൻ നടത്തുന്നതിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, അവർ റീഇൻവെസ്റ്റ് ചെയ്യില്ല. അത്തരത്തിലുള്ള കമ്പനീസിനെ അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദർ ഓപ്പറേഷൻ ആർ ഇൻ എ സ്റ്റഡി പൊസിഷൻ ആയിരിക്കും. ദിസ് കമ്പനീസിനെയാണ് ഇൻകം ഷെയർസ് എന്ന് പറയുന്നത്. അല്ല, ദിസ് കമ്പനീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻറ്റയർ ഏണിങ്സ് ആസ് ഡിവിഡൻഡ്. സച്ച് കമ്പനീസ് ഷെയർസ് ആർ നോൺ ആസ് ഇൻകം ഷെയർസ്. അതായത് കമ്പനീസ് എന്ത് ചെയ്യില്ല, നോട്ട് ഗോയിങ് ടു റീഇൻവെസ്റ്റ് ദെയർ ഏണിങ്സ് ഫോർ ഫർദർ എക്സ്പാൻഷൻ. ഓക്കെ, ഇത്തരത്തിലുള്ള കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ആർ മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സൈക്ലിക്കൽ ഷെയർസ്. സൈക്ലിക്കൽ ഷെയർസിൻ്റെ പ്രത്യേകത എന്താ, ദ വാല്യൂ ഓഫ് ഷെയർസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് ഡ്യൂ ടു സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ഇൻ ദ മാർക്കറ്റ്. സച്ച് ഷെയർസ് ആർ നോൺ ആസ് സൈക്ലിക്കൽ ഷെയർസ്. സൈക്ലിക്കൽ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എടുക്കുക, PLC പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിക്ലൈൻ സ്റ്റേജ് വരെ അവിടെ നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അവിടെ അത്തരത്തിൽ അപ്പോൾ ഓരോ സ്റ്റേജിൽ എന്തുണ്ടായിരിക്കും, ഓരോ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ എന്തായിരിക്കും, അതിന് നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടായിരിക്കും, ഗുഡ് വിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പേറ്റൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ആ പ്രോഡക്റ്റിന് നല്ലൊരു ഇമേജ് ഉണ്ടായിരിക്കും. ഇനി ആ പ്രോഡക്റ്റ് മോശമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ പ്രോഡക്റ്റ് അതിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തുവാണ്. അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തും തോറും ആ പ്രോഡക്റ്റിൽ എന്തുണ്ടായിരിക്കും, വേരിയേഷൻ ഉണ്ടായിരിക്കും, ഫ്ലക്ച്വേഷൻ വരും. അത്തരത്തിൽ ഫ്ലക്ച്വേഷൻ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന ഷെയർസ് മാർക്കറ്റ് സച്ച് ഷെയർസ് നോൺ ആസ് എ സൈക്ലിക്കൽ ഷെയർസ്. അപ്പോൾ അവിടെ നോക്കുക, ബൂം പീരീഡ് എന്ന് പറയുന്നത് കമ്പനി പെർഫോമൻസ് വെല്ലായിരിക്കും. ഇനി ഡിപ്രസ്ഡ് പീരീഡിലേക്ക് വരുമ്പോൾ കമ്പനീസിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, ആ ട്രെൻഡ് ഡിക്ലൈൻ ചെയ്യും. ബൂം പീരീഡിൽ കമ്പനീസിൻ്റെ പെർഫോമൻസ് വെല്ലായിരിക്കും, പക്ഷേ ഡിപ്രസ്ഡ് പീരീഡ് അതായത് അത് ഡിക്ലൈൻ ചെയ്തു തുടങ്ങും, അതിൻ്റെ ട്രെൻഡ് ഡിക്ലൈൻ ചെയ്തു തുടങ്ങും. ഓക്കെ, അതാണ് സൈക്ലിക്കൽ ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫെൻസീവ് ഷെയർസ്. അതായത് ഷെയർസ് ഓഫ് ദ കമ്പനീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ഫുഡ് പ്രോസസ്സിംഗിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ഏതൊക്കെ വരുന്നുണ്ട് അതിൽ, ബിവറേജ്, ഡ്രഗ്സ് എക്സെട്ര ആർ കൺസിഡർ ആസ് എ ഡിഫെൻസീവ് ഷെയർസ്. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫെൻസീവ് ഷെയർസ് ആയിട്ടാണ്. ദ ഇൻകം ഓഫ് ദ ഷെയർസ് ഈസ് മോഡറേറ്റ് ത്രൂ ഔട്ട് ഓഫ് ദ സൈക്ലിക്കൽ പീരിയഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പെക്കുലേറ്റീവ് ഷെയർസ്. ദിസ് ടൈപ്പ് ഓഫ് ഷെയർസ് ആർ റിസ്കി ക്ലാസ് ഓഫ് ഷെയർസ് ആണ്. സ്പെക്കുലേറ്റീവ് ഷെയർസിൻ്റെ ഫീച്ചറാണ് പറയുന്നത്. എന്താണ് പ്രത്യേകത, ഇത്തരത്തിലുള്ള ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, റിസ്കി ക്ലാസ് ഓഫ് ഷെയർസ് ആണ്. ദ സ്പെക്കുലേറ്റേഴ്സ് ഡീൽസ് വിത്ത് ടൈപ്പ് ഓഫ് ഷെയർസ് ആൻഡ് മേക്ക് എ ഷോർട്ട് ടേം ഗെയിൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാൾവാർട്സ്. Certain big companies have the ability to surpass the gross domestic product of the country. There are not swift climbers. Such companies are known as big companies and shares issued by them are known as stalwarts. എന്താണ് സ്റ്റാൾവാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചില വലിയ വലിയ കമ്പനികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ദ കൺട്രീനെ ചില കമ്പനികൾക്ക് എന്ത് ചെയ്യാനുണ്ട്, സർപ്ലസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കമ്പനികൾ എന്തെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള കമ്പനീസ് എന്ന് പറയുന്നത് ബിഗ് കമ്പനീസ് ആയിരിക്കും. അവർ ചെയ്യുന്ന ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് സ്റ്റാൾവാർട്സ്, അത് ഷെയർ ഇഷ്യൂഡ് ബൈ ദം ആർ നോൺ ആസ് സ്റ്റാൾവാർട്സ് എന്ന് പറയുന്നു. ഇനി ഫാസ്റ്റ് ഗ്രോവേഴ്സിൻ്റെ, സ്ലോ ഗ്രോവേഴ്സിൻ്റെ, ടേൺ അറൗണ്ട് അസറ്റ് പ്ലെയേഴ്സ്. ഫാസ്റ്റ് ഗ്രോവേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ്
shares of small aggressive companies that grows at 20% to 25% in a year, the growth of these companies is equal to the growth of rate of a country. Next one, slow growers. പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ദിസ് ആർ ദ ഷെയർസ് ഓഫ് ലാർജ് ആൻഡ് ഏജിങ് കമ്പനീസ്. ദെയർ ഗ്രോത്ത് റേറ്റ് ഓഫ് സ്ലോ ദൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് എ കൺട്രി. അതായത് എന്താണ് അവിടുത്തെ പ്രത്യേകത? സ്ലോ ഗ്രോവേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് ലാർജും ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ചും കൂടി പഴക്കമുള്ള കമ്പനീസും ആയിരിക്കും. അത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർസാണിത്. അതായത് അവരെന്തായിരിക്കും നമ്മുടെ കൺട്രീസിൻ്റെ മൊത്തം ഉൽപ്പന്നത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ മറികടക്കാൻ എന്തായിരിക്കും അവർക്ക് സ്ലോ ആയിരിക്കും. ഒന്ന് ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു, ഒന്ന് സ്ലോ ഗ്രോവേഴ്സ് ആണെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ടേൺ അറൗണ്ട്. ടേൺ അറൗണ്ട് എന്താണ്? ദിസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് വിച്ച് ഹാവ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഷോസ് ദി സൈൻസ് ഓഫ് റിക്കവറി ആർ കോൾഡ് ടേൺ അറൗണ്ട്. അതായത് ഒരുപാട് ലോസ് ഉള്ളവരുണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ റിക്കവർ ചെയ്യാനായിട്ട് പറ്റാത്തതുമായിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ്, അതാണ് ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് വിച്ച് ഹാവ് വാല്യൂബിൾ അസറ്റ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഓവർലുക്ക് ദെയർ ഷെയർസ്. എന്താണ്? അതായത് വലിയ അസറ്റുള്ള കമ്പനീസ് ആയിരിക്കും ഇവരുടെ ഷെയർസിനെ നിക്ഷേപിക്കാൻ അവരുടെ ഷെയർസ്, അതായത് അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ വിലയേറിയ അസറ്റുള്ള കമ്പനികളുടെ ഷെയറുകളെയാണ് ഇനി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയർസ് എന്ത് ചെയ്യുന്നില്ല? ദ സൈൻ ഓഫ് റിക്കവറി ദിസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് വിച്ച് ഹാവ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഷോ ദ സൈൻ ഓഫ് റിക്കവറി ആർ കോൾഡ് അസറ്റ് പ്ലെയേഴ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ദിസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനീസ് വിച്ച് ഹാവ് വാല്യുവബിൾ അസറ്റ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഓവർലുക്ക് ദെയർ ഷെയർസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ബ്ലൂ ചിപ്പ് ഷെയർസ്, ഗ്രോത്ത് ഷെയർസ്, ഇൻകം ഷെയർസ്, സൈക്ലിക്കൽ ഷെയർസ്, അതുപോലെ തന്നെ ഡിഫെൻസീവ് ഷെയർസ്, സ്പെക്കുലേറ്റീവ് ഷെയർസ്, സ്റ്റാൾവാർട്സ്. പിന്നെ വരുന്നതാണ് ഫാസ്റ്റ് ഗ്രോവേഴ്സ്, സ്ലോ ഗ്രോവേഴ്സ്, ടേൺ അറൗണ്ട് ആണ് അസറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിബഞ്ചർ എന്താണെന്ന് പറഞ്ഞു ഇല്ലേ? ഡിബഞ്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം, ഡിബഞ്ചറും ബോണ്ടും സെയിം ആണ്. ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് ആർ ദി സെയിം. അപ്പോൾ അമേരിക്കൻ കോൾ ആസ് ബോണ്ട് ആൻഡ് യൂറോപ്യൻ കോൾസ് ഡിബഞ്ചർ. ഓക്കെ, അമേരിക്കൻ കോൾസിന് നമ്മൾ ബോണ്ടെന്നും യൂറോപ്യൻ കോൾസിന് നമ്മൾ ഡിബഞ്ചർ എന്നും പറയുന്നു. ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ് ഇൻ ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതിന് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ജനറലി 100 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാനുള്ളതാണ് ADR, GDR, IDR എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. എന്താണ് ADR, എന്താണ് GDR, എന്താണ് IDR? അതായത് നമ്മൾക്ക് ഇൻ്റർനാഷണൽ, അതിനേക്കാൾ മുന്നേ എന്താണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആകുന്നതിനുള്ള സോഴ്സുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫോറിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ഫോറിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. എങ്ങനെയാണ് ആ ഇന്ത്യൻ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫോറിൽ നിന്ന് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻ ഇന്ത്യൻ കമ്പനി ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ ഇൻഫോം ചെയ്യുന്നു. ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ അത് ഫോറിൻ ബാങ്ക് അല്ലെങ്കിൽ ഓവർസീസ് ബാങ്കിന് എന്ത് ചെയ്യുന്നു? ഇൻഫോം ചെയ്യുന്നു. അപ്പോൾ ഫോറിൻ ബാങ്ക് ഓർ ഓവർസീസ് ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ ഇൻഫർമേഷൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുന്നു. അപ്പോൾ പ്രോസസ്സ് ഇങ്ങനെയാണ് പോകുന്നത്. ഇന്ത്യൻ കമ്പനി ആദ്യം ആരെ ഇൻഫോം ചെയ്യുന്നു? ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ ഇൻഫോം ചെയ്യുന്നു. ഇത്ര ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്, അതുവഴി ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ത് ചെയ്യുന്നു? ഫോറിൻ ബാങ്ക് അല്ലെങ്കിൽ ഓവർസീസ് ബാങ്കിനെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഓവർസീസ് ബാങ്ക് അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അത് ഇൻഫോം ചെയ്യും. ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ എമൗണ്ട് എവിടെയാണ് അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ഓവർസീസ് ബാങ്കിൽ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓവർസീസ് ബാങ്ക് അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക് അവർക്ക് നൽകുന്ന അക്നോളജ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
എന്താണ് ADR അല്ലെങ്കിൽ എന്താണ് GDR? ഇന്ത്യൻ കമ്പനി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അമേരിക്കൻ ഷെയർസിൽ നിന്നാണ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അതിന് ADR എന്ന് പറയുന്നു. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ADR GDR എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ അമേരിക്കൻ ഷെയർസാണ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ എന്താണത്? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റാണ് ADR. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? GDR. എന്താ GDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അപ്പോൾ എങ്ങനെയായിരിക്കും? അമേരിക്കൻ ADR ആണെങ്കിൽ GDR എങ്ങനെയായിരിക്കും വരിക? ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണ്. എന്താ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് അതർ കൺട്രീസിൽ നിന്ന് എന്ത് ചെയ്യുക? ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. Okay, it is an instrument in the form of a depository receipt or certificate created by the Overseas Depository Bank outside India and issued to non-resident investors against the issue of ordinary shares of foreign currency convertible bonds of issuing company. അപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഗ്ലോബൽ, അതായത് അമേരിക്ക അല്ല, അതായത് നമ്മുടെ ഇന്ത്യ കൂടാതെ മറ്റ് കൺട്രീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മളതിനെ GDR ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് നമ്മളതിനെ പറയുന്നു. ഇനി ജസ്റ്റ് അതിനൊപ്പം തന്നെ വരുന്നതാണ് IDR ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇപ്പോൾ ഫോറിനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ ഫണ്ട് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഫോറിൻ കമ്പനീസിനെ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫോറിൻ കമ്പനീസ് എന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള സിറ്റുവേഷനാണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് അഥവാ IDR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ADR, GDR ആൻഡ് IDR. ഇനി ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക. ADRും GDRും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ADR American Deposit Receipt is a compulsory for non-US companies to trade in stock market of USA. GDR എങ്ങനെയാണ്? It is compulsory for foreign company to access any other country's shares market for dealing in stock. അതർ കൺട്രീസ് ആണ്, ഒന്ന് അമേരിക്ക ആയിരിക്കും. ഇനി ADR up to level need to accept only general condition of section of USA. GDR can only be issued under the rule of 144 after accepting strict rule of section of USA. ADR is only negotiable in USA. GDR negotiable instrument all over the world. ഇനി investors of USA can buy ADRs from NYSE New York Stock Exchange. ഇനി GDR എങ്ങനെയാണ്? ഇൻവെസ്റ്റേഴ്സ് ഓഫ് UK can buy GDRs from ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ ഇങ്ങനെ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അതിന് കൊടുക്കുന്ന അക്നോളജ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ മെയിനായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണ്, ഡിബഞ്ചർ, ബോണ്ട്, ഇക്വിറ്റി ഷെയർസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ADR എന്താണ്, ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്താണ്, ADR എന്താണ്, GDR എന്താണ്, IDR, ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.